കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചയിലെ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്നുള്ളതായ പഠനമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് രണ്ടാമത്തെ പാഠമാണ്. ദൈവത്തിൻ്റെ സ്നേഹ ഉടമ്പടി എന്നുള്ളതായ ഈ പാഠം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഈ ചർച്ചയ്ക്ക് രണ്ട് പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആഴ്ചയിലെ പാഠത്തിൽ ലേഖകൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അഥവാ അഗാപ്പെ ലവ് അത് ഒരു ഉപരിതല ബന്ധമല്ല, മനുഷ്യനുമായിട്ടുള്ളതായ ആഴത്തിലുള്ള ഒരു ഈടാർന്ന ബന്ധത്തെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ അഗാപ്പെ ലവ് നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം സാധിക്കുമോ? ദൈവത്തിന് മാത്രം ഉള്ളതായ ഈ സ്നേഹമാണോ അഗാപ്പെ ലവ് എന്നുള്ളതിനെക്കുറിച്ചും കൂടെയാണ് നാം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത്. മനപ്പാഠവാക്യമായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പാസ്റ്റർ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യം ലോകപ്രശസ്തമായ ഒരു വേദഭാഗമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അഥവാ ദൈവത്തിൻ്റെ സ്നേഹത്തെ തന്നെ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഈ ദൈവത്തിൻ്റെ മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധത്തെ ഈ വാക്യത്തിലൂടെ എങ്ങനെയാണ് കാണിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് വാക്ക്. ലോകത്തെ, മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് കൊടുക്കത്തക്ക വിധം, സാധാരണ മക്കൾ നഷ്ടപ്പെടുക എന്നുള്ളത് ആർക്കും അത്ര അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറ്റ് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ ജീവൻ കൊടുക്കാനായിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നു. അത് യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ദയ, സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക്. അത് ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്നാണ് വാക്യം പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയും കരുണയും, ദൈവം കൃപയും കരുണയും മഹാദയയും ദീർഘക്ഷമയും ഉള്ളവനാണ്. അതാണ് ലോകത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടണം, ഓരോ മനുഷ്യനും ദൈവസ്നേഹത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മനുഷ്യരെ കൊന്നുകളയാനല്ല, വിധിക്കാനല്ല. യേശു വന്നത് രക്ഷിക്കാനാണ്. ആ സ്നേഹം പരസ്പരം മനസ്സിലാക്കാനാണ് യേശു വന്നത് എന്നുള്ളതാണ്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ രക്ഷ പ്രാപിക്കും, അവൻ രക്ഷിക്കപ്പെടും. മനുഷ്യൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ആ മനുഷ്യന് ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കോണം കഴിയുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കോണം സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ഈടാർന്ന ബന്ധത്തെ, ആഴത്തെ, രക്ഷിക്കുന്നതായ ആ സ്നേഹത്തെ നമുക്ക് അങ്ങനെ വിവരിക്കുവാൻ സാധിക്കും. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആരും നശിച്ചു പോകരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രം രക്ഷിക്കപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിലുള്ള ആരും, കാരണം ദൈവം എല്ലാവരെയും തൻ്റെ മക്കളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരാരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം എന്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്? അവരുടെ ദൈവ സാദൃശ്യത്തിൽ നിന്ന്, ബൈ ദ ഇമേജ് ഓഫ് ഗോഡ്, ദൈവം നൽകിയതായ ആ തേജസ്സിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതവർക്ക് തിരികെ ലഭ്യമാകേണ്ടതുണ്ട്. പാപം ചെയ്ത ലോകത്തിലുള്ള ആർക്കും അത് തിരികെ നൽകാൻ കഴിയത്തില്ല. അപ്പോൾ അത് പാപം ചെയ്യാത്ത മനുഷ്യനായിട്ട് പിറക്കുന്ന ഒരാൾക്കേ പറ്റത്തുള്ളൂ. അതിന് പാപം ചെയ്യാതെ മനുഷ്യനായി പിറന്ന ഒരാൾ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ഈ പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. പക്ഷേ പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. അപ്പോൾ പാപം ചെയ്ത വ്യക്തി മരിക്കണം. ആ വ്യക്തി മരിക്കുന്നതിന് പകരം പാപം ചെയ്യാത്ത ഒരാൾ അതിന് പകരം മരിക്കുന്ന സ്നേഹം, ആ സ്നേഹമാണ് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് എല്ലാവരോടും കാണിച്ചിരിക്കുന്നത്. അതിലൂടെ ലോകത്തിലുള്ള സകലരും രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ ആ പാപത്തിൻ്റെ ശമ്പളം ഏറ്റെടുക്കുന്നതിലൂടെയാണ്
രക്ഷ ലഭിക്കുന്നത്. അല്ലാതെ സ്നേഹം കൊണ്ട് മാത്രം ഒരിക്കലും രക്ഷ ലഭ്യമാവില്ല. ആ സ്നേഹമൊക്കെ നമ്മൾ കാണുന്നത് കണ്ടീഷണൽ സ്നേഹങ്ങളാണ്. എന്നാൽ ഇത് ഒരു കണ്ടീഷനുമില്ലാത്ത പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാനുള്ളതായ ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ സ്നേഹം അഗാപ്പെ സ്നേഹമാണ്. ആഴത്തിലുള്ള ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നതായ തരത്തിലുള്ള സ്നേഹമാണ്. പാസ്റ്റർ നേരത്തെ പറഞ്ഞു ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാം ദുഷ്ടന്മാരായി എണ്ണുന്നതായ ഏറ്റവും മോശമായി ജീവിക്കുന്നതായ ചിലരെ പോലും ദൈവം സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും എന്ന് പറയുന്നത് അതിലെല്ലാം ഉൾപ്പെടുന്നവരാണ്. ദൈവത്തിന് എങ്ങനെയാണ് അങ്ങനെ അത്രയും ദുഷ്ടത പ്രവർത്തിച്ച് ജീവിക്കുന്നതായ വ്യക്തികളെയും സ്നേഹിക്കുവാൻ തൊക്കണം കഴിയുന്നത്? ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ദൈവത്തിന് ഒരു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എനിക്ക് എൻ്റെ മക്കളോട് കരുണ തോന്നുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. കർത്താവ് എല്ലാവരെയും ക്ഷമിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന സ്നേഹം സഹിക്കുന്നതാണ്, സ്നേഹം ഉൾക്കൊള്ളുന്നതാണ്, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത ഇതാണ്. അതിനെ നമുക്ക് വേറൊന്നിനോടും കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. യഥാർത്ഥ സ്നേഹത്തിലേക്ക് വരാനാണ് ദൈവം നമ്മളെ പറയുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്, ലോകത്ത് എല്ലാ മനുഷ്യർക്കും അവരുടെ പാപത്തിൻ്റെ ഒരു ഭാരമുണ്ട്, ഒരു കുറ്റബോധം എല്ലാവരുടെ മനസ്സിലുണ്ട്, നമ്മളിങ്ങനെയൊക്കെ ആണെന്നുള്ള ഒരു ഭാരം. പക്ഷെ അതെന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഭാരം എങ്ങോട്ട് മാറ്റി വയ്ക്കണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ കർത്താവ് എടുക്കുമ്പോൾ അവരുടെ ഭാരം മാറിപ്പോവുകയാണ്, അവരുടെ കുറ്റം മാറുകയാണ്. അപ്പോഴാണ് അവർക്ക് സ്നേഹത്തിൻ്റെ ആ ഒരു റിലാക്സേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എത്ര വലിയ ഭാരമുള്ളതാണെങ്കിലും, എത്ര വലിയ മാറ്റി നിർത്തപ്പെടുന്നതായാലും, കുറ്റബോധമുണ്ടായിരുന്നാലും യേശു അത് ഏറ്റെടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ സ്നേഹത്തെ അനുഭവിക്കാൻ പറ്റും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ടോണി, ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ദൈവം മനുഷ്യരുമായുള്ള സ്നേഹബന്ധം നിലനിർത്തുന്നതിനു വേണ്ടി ചില ഉടമ്പടി ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉടമ്പടി ബന്ധങ്ങൾ മനുഷ്യരുമായി ദൈവം സ്ഥാപിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ദൈവം ആക്ച്വലി ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കാനല്ല ഉടമ്പടി ഉണ്ടാക്കുന്നത്. ദൈവം എപ്പോഴും സ്നേഹിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവരെയും ശരി ചെയ്യുന്നവരെയും ഒക്കെ ദൈവം സ്നേഹിക്കുകയാണ്. എന്നാൽ ദൈവം എന്തുകൊണ്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു? അതായത് മനുഷ്യൻ ആ ദൈവമോടുള്ള സ്നേഹത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കുമോ എന്ന് മനുഷ്യനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ആ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങനൊരു ഉടമ്പടി ബന്ധത്തിലേക്ക് ദൈവം ഏർപ്പെടുന്നത്. അല്ലാതെ ഉടമ്പടി ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹം കുറയുന്നില്ല. ഉടമ്പടി കൊണ്ടല്ല ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അഗാപ്പെ ലവ് ആണ്. അത് ആർക്കും അല്ലെങ്കിൽ തിരിച്ചറിയാനോ തിരിച്ചു കൊടുക്കാനോ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് ആഴത്തിലുള്ള സ്നേഹമാണ്. എന്നാൽ മനുഷ്യൻ ദൈവമായിട്ടുള്ള ഒരു വിശ്വസ്തത, അതായത് ദൈവം സ്നേഹിച്ച സ്നേഹത്തോട് ആ സ്നേഹം ഉൾക്കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുമോ, മറ്റുള്ളവരുടെ സ്നേഹം പ്രകടമാക്കുമോ എന്നുള്ളൊരു വിശ്വസ്തത കാണിക്കാൻ, അതിനാണ് ദൈവം മനുഷ്യനായിട്ട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഉടമ്പടി നമുക്കറിയാം, ഭാര്യ ഭർത്താക്കൻ തമ്മിലുള്ള ഉടമ്പടി ബന്ധം അത് ഒരു വിശ്വസ്തതയുടെ തെളിവാണ്. ആ വിശ്വസ്തത നിലനിർത്താനുള്ള ഒരു ഉടമ്പടിയാണ്. അതുപോലെയാണ് മനുഷ്യരുമായി ദൈവമായിട്ടുള്ള സ്നേഹബന്ധം തുടർന്ന് മനുഷ്യൻ കൊണ്ടുപോകുമോ ദൈവമായിട്ടുള്ള. ദൈവത്തിൻ്റെ ഉടമ്പടി ഇല്ലെങ്കിലും സ്നേഹിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യൻ ദൈവമായിട്ടുള്ള ആ സ്നേഹബന്ധം തുടരുമോ എന്നറിയാനാണ്, അവരുടെ വിശ്വസ്തത അളക്കാനാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം ഉടമ്പടികൾ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ സ്നേഹദയ നമ്മുടെ ഏത് തെറ്റുകളെക്കാളും വലുതാണ്. നമ്മുടെ എത്ര വലിയ തെറ്റുകളാണ് എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ അതൊന്നും അത്ര പർവ്വതീകരിച്ച് കാണേണ്ടതില്ല എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. എപ്രകാരമാണ് നമ്മുടെ തെറ്റുകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ചെറുതായി പോകുന്നത്? ഇത് നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കുമുള്ള ഒരു പ്രത്യാശയാണിത്. ഇന്നത്തെ കാലത്തിനുള്ള ഒരു പ്രത്യാശയാണ്. ദൈവത്തിൻ്റെ ദയയും അവൻ്റെ കരുണ അത് ആശ്രയിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്, അത് സഹിക്കുന്നതാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഞാൻ നിത്യമായി സ്നേഹിക്കുന്നു.
അതായത് ഈ ഉടമ്പടി, ദൈവം ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിച്ചോളാം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഒരാളുടെ ജീവനാണ്, അതിൻ്റെ രക്തം കൊണ്ടാണ് ആ സ്നേഹം. ഞാൻ ഇത്ര മാത്രം നിന്നെ സ്നേഹിക്കാം, നിന്നെ ഞാൻ ക്ഷമിക്കാം, നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് പറയുന്നത്. എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്, എല്ലാ ബന്ധങ്ങളും. അപ്പോൾ ആ ബന്ധങ്ങളുടെ ഉടമ്പടി എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ ജീവൻ കൊണ്ടാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അത് സൗജന്യമായി ദൈവം നൽകുന്നു. നമ്മളതിനു വേണ്ടി ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് അത്രമാത്രം പറയുന്നത്, ദയാലുവോട് ഞാൻ ദയ കാണിക്കുന്നു, ഞാൻ നിഷ്കളങ്കനോട് ദയ കാണിക്കുന്നു, നിൻ്റെ ദാസന്മാർക്ക് നിയമവും ദയയും ഞാൻ നൽകിയിരിക്കുന്നു, അവൻ്റെ ദയ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ നിയമവും അത് പ്രമാണിക്കുന്നവർക്ക് അവൻ ക്ഷമിക്കും, പിന്നെ ഓർക്കുകയില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ തെറ്റുകളെ ഓർക്കുകയില്ല എന്നാണ് പറയുന്നത്. നിയമം പാലിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ദൈവം ക്ഷമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ തെറ്റുകൾക്ക് പ്രാധാന്യം ഇല്ലാതെയാവുന്നത്. പാസ്റ്റർ, നാം ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഒരു മറുവശമുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മോടുമേൽ എല്ലായ്പ്പോഴും നിലനിൽക്കുകയില്ല എന്നുള്ളതായ ഒരു വശവുമുണ്ട്. ഏത് അവസരത്തിലാണ് അപ്രകാരം സംഭവിക്കുന്നത്? അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവം മനുഷ്യനെ ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മനുഷ്യന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവകാശം കൊടുത്തുകൊണ്ടാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാം, നമുക്ക് മനസ്സില്ലെങ്കിൽ നിലനിൽക്കാതെ പോകാം. അവിടെയും ദൈവം കുറ്റക്കാരനല്ല. ദൈവം അപ്പോഴും നമ്മളെ സ്നേഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ദൈവം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ ചേർക്കുന്നത് പോലെ നമ്മളെ ചേർക്കാൻ ദൈവം കൈയും വിരിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നില്ല? കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളത് റിജക്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ നിരസിക്കുകയാണ്. അവിടെയാണ് കുഴപ്പം. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് ദൈവമല്ല, നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് കുഴപ്പം. ദൈവസ്നേഹത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചോയ്സ്, നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം തന്നിരിക്കുന്നതിൽ നമ്മൾ തെറ്റ് തിരഞ്ഞെടുക്കാൻ പോകുന്നു. നമ്മൾ ശരി തിരഞ്ഞെടുക്കുന്നതിന് പകരം തെറ്റ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് അവിടെ ആരോടും ഒരു പക്ഷപാതമോ ദൈവം ഒരു കുറ്റക്കാരനോ ഒന്നുമല്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുകയാണ്. എല്ലാവരും അത് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ആ സ്നേഹത്തിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരു നാളും ഒരു മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നില്ല. നമ്മളാണ് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശുക്രിസ്തു കടക്കാരൻ്റെ ഉപമയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു. ഈ ഉപമയിൽ കർത്താവിൻ്റെ സ്നേഹത്തെ എത്രമാത്രം ആഴത്തിലാണ് കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ സ്നേഹത്തെ വേണ്ടാന്ന് വയ്ക്കാം, മനുഷ്യർക്ക് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ ദൈവം അവരെ സ്നേഹിക്കുന്നു അപ്പോഴും. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഏകപക്ഷീയമൊന്നും അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു. ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ തിരിച്ച് സ്നേഹിക്കേണ്ടത്. ദൈവം നമ്മളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ്. അതിനെയാണ് ഈ ഉപമ പറയുന്നത്. ഒരു മനുഷ്യൻ 10,000 താലന്താണ് കൊടുക്കാനുള്ളത്, യജമാനന് കൊടുക്കാനുള്ളത്. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി, വലിയ പണമാണ്. അത് ഏകദേശം 6,000 ദിനാറാണ്. ഒരു ദിവസത്തെ കൂലി 1 ദിനാറാണെന്ന് കൂട്ടിയാൽ 6,000 ദിവസം എന്ന് കണക്ക് കൂട്ടേണ്ടി വരും. അങ്ങനെ ഒരു വർഷം ശരാശരി 300 ദിവസത്തെ പണി ചെയ്തെങ്കിൽ അയാൾക്ക് 3,000 ദിനാറ് കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ 20 വർഷം ജോലി ചെയ്തെങ്കിലേ 1 താലന്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ 6,000 ദിനാറ് കൂട്ടി, അല്ലെങ്കിൽ ഈ 10,000 താലന്ത് പണം സ്വരൂപിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000-20,000 വർഷം ഇയാൾ പണിയെടുക്കണം. ഒരു മനുഷ്യ ആയുസിനോ അല്ലെങ്കിൽ പല തലമുറകൾക്കോ സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് ദൈവത്തോടുള്ള കടപ്പാട് അത്ര മാത്രമാണ്. പക്ഷേ ഈ മനുഷ്യന് ദൈവം പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, എന്നെ ക്ഷമിക്കണം, എനിക്ക് ഇത്രയും തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ക്ഷമിച്ചു കൊടുക്കുകയാണ്, യജമാനൻ ക്ഷമിച്ചു കൊടുക്കുന്നു. എന്നാൽ തിരിച്ചു പോകുന്ന വഴിക്ക് വേറൊരു മനുഷ്യനെ കാണുന്നു, 100 ദിനാറേ കൊടുക്കാനുള്ളൂ, താലന്തേ കൊടുക്കാനുള്ളൂ, ക്ഷമിക്കുന്നില്ല, അയാളെ ജയിലിൽ അടയ്ക്കുകയാണ്. അപ്പം ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദയ അത് അളക്കാൻ പറ്റത്തില്ല. അത് എത്ര വലുതാണെങ്കിലും ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു ആ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ നിലനിർത്തുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ,
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരുന്നു. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് മറ്റുള്ളവർക്ക് നാം പ്രകടമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്ന് ലോകം കാണുകയുള്ളൂ. നമുക്ക് അത് എങ്ങനെയാണ് പ്രദർശിപ്പിക്കുവാൻ തക്കോണം സാധിക്കുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ ചോദ്യത്തിൽ ഒരു കടക്കാരൻ്റെ കഥ നമ്മളിപ്പോൾ കേട്ടല്ലോ. അതെ. അവന് കടമുണ്ടായിരുന്നു, അവന് കൊടുത്തു വീട്ടാൻ മാർഗമില്ല. അവൻ ചെന്ന് യജമാനോട് ക്ഷമ ചോദിച്ചൊക്കെയാണ് അപേക്ഷിച്ച് എന്നോട് കാര്യം കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അവനത് തിരിച്ചു കിട്ടി. അവനും അവൻ്റെ താഴെയുള്ളവരുടെ യജമാനനാണ്. റൈറ്റ്. അവനോട് മറ്റുള്ളവരും കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന് ഈ കിട്ടിയതായ ക്ഷമയുടെ അനുഭവത്തെ അവൻ താഴോട്ട് കാണിക്കണമായിരുന്നു. പക്ഷെ അവൻ തിരിച്ചെന്താ ചെയ്തത്? അവൻ തിരിച്ച് താഴെയുള്ളവരിരുന്നപ്പോൾ അവൻ്റെ കഴുത്തിൽ പിടിച്ച് വെക്കുക, അവനെ കൊല്ലാൻ പോകുക, അവനെ ജയിലിലടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ക്ഷമ മാത്രമല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തൊക്കെ പ്രാപിക്കുന്നുണ്ടോ, ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹമായിട്ട് നമ്മൾ പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മാത്രമേ നമ്മൾ ദൈവമക്കളാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് കപടമാണ്, അത് ഹിപ്പോക്രസിയാണ്. ദൈവം ഒരിക്കലും ഹിപ്പോക്രസി അല്ലെങ്കിൽ കാപട്യം ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ സ്നേഹമോ ക്ഷമയോ ദയോ അല്പമെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ മനുഷ്യ സമൂഹത്തോട്, നമ്മളുമായി സഹകരിക്കുന്നവരോട് ഒരുപക്ഷെ അവർ അർഹിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ കടം മേടിച്ചത് നമുക്ക് തിരിച്ചു വയ്ക്കാനുള്ള അർഹതയുണ്ട്. അവൻ തിരിച്ചു തരാൻ ബാധ്യസ്ഥനുമാണ്. പക്ഷേ അവൻ്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ അവസ്ഥ ദൈവം മനസ്സിലാക്കിയതുപോലെ അവൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി അവനോട് എന്ത് ചെയ്യാം? ഒരു ദീർഘക്ഷമ കാണിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് തന്നെ അങ്ങനെ ഒരു ക്ഷമ കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് പ്രാപിക്കുന്നുണ്ടെങ്കിൽ. നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മളാരാണ്? നമ്മൾ ക്രൂര മനുഷ്യരാണ്. ആ ക്രൂരൻ എവിടെ പങ്കില്ല, സ്ഥാനമില്ല. ദൈവസന്നിധിയിൽ അവന് യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ നമുക്ക് ദൈവമക്കളെന്ന് പറയാൻ യോഗ്യതയില്ല. ദൈവമക്കളാണെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അത് ദൈവ സ്വഭാവം നമ്മൾ പ്രതിഫലിക്കണം. അതെ, തീർച്ചയായിട്ടും. പാസ്റ്റർ ബിനോയ്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഈ പാപികളായിരിക്കവേ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാണേണ്ടത്? യഥാർത്ഥത്തിൽ കടം കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് സ്നേഹത്തിന് വിലയിടാൻ പറ്റത്തില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, കുറവുള്ളവരാണ്. അപ്പോൾ നമ്മുടെ കുറവുകളെ, തെറ്റുകളെ കൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് നമുക്ക് വില കൊടുക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്, ദൈവം നമ്മൾ കുറവുള്ളവരായിരിക്കെ, നമ്മൾ പാപികളായിരിക്കെ, തെറ്റുള്ളവരായിരിക്കെ, സ്നേഹിക്കാൻ യോഗ്യതയില്ലാത്തവരായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കുരിശിൽ മരിച്ചത്. നമുക്കുള്ള തെളിവ്, അതായത് ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം. അതാണ് സ്നേഹത്തിൻ്റെ ചിത്രമാണ്, സ്നേഹത്തിൻ്റെ ഉറപ്പാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗം എന്ന് പറയുന്നത്. അതൊരിക്കലും നമുക്കാർക്കും ചെയ്തു തീർക്കാൻ പറ്റില്ല വേറൊരു മനുഷ്യനോട്. അത്രയ്ക്കും വലിയ ഒരു ത്യാഗമാണ് യേശു ചെയ്തത്. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:1 പറയുന്നത്, നമ്മളോ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി മരിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആയതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതായത് സ്നേഹത്തിൻ്റെ 3 ഇഫക്റ്റാണ് അതിലുള്ളത്. ഒരു 3D ഇമേജാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മൾ വിഷ്വലായി കാണുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതാണ് സ്നേഹത്തിൻ്റെ പ്രദർശനം. അത് ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ തെളിവില്ലെന്നോ ഒരു 3D ഇമേജ് പോലെ നമ്മുടെ ജീവിതത്തിൽ ആ വിഷ്വൽ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അപ്പോഴാണ് സ്നേഹം, ദൈവസ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാനാകുക. അപ്പോഴേ നമുക്കിത് സ്വീകരിക്കണോ വേണ്ടായോ എന്ന് പ്രേരിപ്പിക്കപ്പെടുകയുള്ളൂ നമ്മുടെ മനസ്സിൽ. പാസ്റ്റർ ബിനോയ് പറഞ്ഞതുപോലെ നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാസ്റ്ററോട് ഞാൻ ചോദിക്കാൻ പോകുന്നതായ ചോദ്യം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നാം മറ്റുള്ളവരെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത്? ഈ 3 സ്നേഹവും
തമ്മിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മിലൂടെ തിരിച്ചറിയേണ്ടത്? കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു, കൽപ്പനയിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? കർത്താവ് പറഞ്ഞ മറുപടി, ദൈവത്തെ, നിൻ്റെ ദൈവമായ യഹോവ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക. രണ്ടാമത്തേത് അതിനോട് സമം, ഈക്വൽ, എന്താണ്? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അപ്പോൾ ഇതൊരു ഒരു ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണ്. നമുക്കൊരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്, അതായത് സ്വർഗവും നമ്മളുമായി അല്ലെങ്കിൽ ദൈവവും നമ്മളുമായി ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടലായിട്ട് കാണിക്കപ്പെടേണ്ടതാണ്. അതാണ് ദൈവവും നമ്മളോടുള്ള ബന്ധം. അതാണ് ദൈവത്തെ സ്നേഹിക്കുക, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം തിരിച്ചറിയുക. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനോടൊരു കടപ്പാട് അല്ലെങ്കിൽ ചായ്വ് ഉണ്ടാവും. ആ സ്നേഹം എന്ത് ചെയ്യുക? ഭൂമിയിലുള്ള മനുഷ്യരോട് കാണിക്കുക. ഇത് അപ്പോൾ എന്താണ് നമ്മൾ കാണിക്കുന്നത്? നമ്മുടെ സ്നേഹമല്ല കാണിക്കുന്നത്, ദൈവത്തിൽ നമുക്ക് കിട്ടിയ സ്നേഹമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്, കാണിക്കുന്നത്. അതൊരു ഒരു ഒരു റിലേഷൻഷിപ്പാണ്. മനുഷ്യരുടെ, ദൈവവും മനുഷ്യരുള്ള ബന്ധത്തെ നമുക്ക് കാണിക്കാൻ പറ്റിയ ഏക ഇടം ഭൂമിയിൽ മനുഷ്യരോട് നമ്മൾ ആ സ്നേഹം പങ്കിടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നു പറയുന്നതിൽ എങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ പറ്റുന്നത് അത് മനുഷ്യരോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞത്, ഈ 2 കൽപ്പനയിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ബന്ധത്തിൽ ദൈവവും മനുഷ്യനും എന്ന് ഇടപെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാഠപഠനം നമ്മുടെ പ്രേക്ഷകർക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും മനുഷ്യനെ സ്നേഹിക്കുവാനുമുള്ളതായ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ബിനുവുമായിട്ട് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പാഠം അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വലിയ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ സ്വയം സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പാഠം ചർച്ച ചെയ്യുവാൻ കടന്നു വന്നതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പാഠപഠനത്തിൽ കടന്നു വന്നതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രിയ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ സ്നേഹം നാം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവസ്നേഹത്തിൽ നിലകൊള്ളുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.